ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സബ് വൂഫർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ പോലെയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, ഓക്കെ. അപ്പോൾ അതാണ്ട് നമ്മുടെ സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയത് കളക്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. ഗൈസ്, നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്ട് ഹൈഡ്രയുടെ 12 ഇഞ്ചിൻ്റെ ഹൈസോണിക് എന്ന് പറയുന്ന ബ്രാൻഡാണ്. 7200 ആണ് ഇതിൻ്റെ വാട്ട്സ് പീക്ക് പവർ പറയുന്നത്. RMS വന്നിട്ട് 550 വാട്ട്സ് ആണ് പറയുന്നത്. പീക്ക് പവർ 7200 വാട്ട്സ്. ഓക്കെ, പവർ ഹാൻഡിലിംഗ് 500 വാട്ട്സ് ആണ്. ഇത് ഇൻബിൽറ്റ് ആംപ്ലിഫയറോട് കൂടി വരുന്ന സബ് വൂഫറാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് കാർസിനൊക്കെ വേണ്ടിയിട്ട് പറ്റിയൊരു സബ് വൂഫറാണ്. ഞാനിതിപ്പോൾ എൻ്റെ സ്വിഫ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വിഫ്റ്റിന് നമ്മൾ സ്റ്റോക്ക് സ്റ്റീരിയോയ്ക്കകത്താണ് ചെയ്തിരിക്കുന്നത്. കമ്പനി സ്റ്റീരിയോ കെൻവുഡാണ്. കെൻവുഡിൻ്റെ സ്റ്റോക്ക് സ്റ്റീരിയോയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ വയറിങ്ങും കണക്ഷനൊക്കെ എടുത്തിട്ടുള്ളത്. സാധനത്തിൻ്റെ പാക്കേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇതിൻ്റെ സാധനം ഓർഡർ ചെയ്തിട്ടുള്ളത്. പാക്കേജൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ അകത്തുള്ള പ്രോഡക്റ്റ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പ്രോഡക്റ്റ് ക്ലീൻ ആയിരുന്നു. പക്ഷേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധനം ഞാൻ കാറിനകത്ത് കണക്ട് ചെയ്തതിന് ശേഷമുള്ള വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് കാണിക്കാം. അതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ലാക്രാന്ന് മുന്നിട്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക, ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് ഇൻസ്റ്റാളേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇൻസ്റ്റാളേഷൻ നിങ്ങൾ പണി അറിയാവുന്നവരെ കൊണ്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ്. നമ്മൾ ഓണായിട്ട് ചെയ്തതല്ല. നമ്മൾ ഗേജ് വയറും കാര്യങ്ങളും ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, അതായിരിക്കും ബെറ്റർ. പാക്കിങ് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ സബ് വൂഫർ വെക്കുന്നതിന് മുമ്പ് ഒരുപാട് ഷോപ്പിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് വേ ടു ഹൈ പ്രൈസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 8 ഇഞ്ചിന് തന്നെ നമുക്ക് 6000 ഒക്കെയാണ് പറയുന്നത്. വിത്ത് ഇൻസ്റ്റാളേഷനൊക്കെ ആകുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വയറിങ്ങിനെല്ലാം കൂടെ ആയത് 1500 ആണ്. അത് നിങ്ങളുടെ ലോക്കൽ ഷോപ്പ് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലും ചീപ്പായിട്ട് കിട്ടും. അപ്പം ഞാനിത് കണക്ക് അതിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധനം മേടിച്ചപ്പോൾ 4500 രൂപയാണ് ആയത്. സോ ഇപ്പം ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് ഞാൻ വയറിങ് വലിച്ചിട്ടേക്കുന്നത് കാണാം. അതിനകത്ത് എർത്തും പോസിറ്റീവും എല്ലാം നല്ല രീതിക്ക് അന്ന് ടേപ്പ് അടിച്ച് വെച്ചിരുന്നത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് കറണ്ട് എടുക്കുന്ന കാരണം ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ടേപ്പ് അടിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം ക്ലീനാക്കി ഇളക്കിയിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോസിറ്റീവും എർത്തും അതിനകത്തുള്ള ഓഡിയോ ഇൻപുട്ടും REM ആണ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് ഞാൻ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, REM. അപ്പം നമ്മൾ ദാണ്ട വണ്ടിയിലോട്ട് ഈ സാധനം അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വരുന്നത് ദാണ്ട ഈസി ഇൻസ്റ്റാളേഷനാണ്. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്ക് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായതുകൊണ്ട് നമുക്ക് വേറെ എക്സ്റ്റേണലായിട്ട് ആമ്പ് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു ആവറേജ് യൂസിന് പറ്റിയൊരു സാധനമാണ്. അന്ന് നമ്മൾ ഒരുപാട് അങ്ങ് ഡീഗ്രേഡ് ചെയ്യാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വയറിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ നീല വയർ കൊടുത്തേക്കുന്നത് എർത്താണ്, നമ്മുടെ ഗ്രൗണ്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ സെപ്പറേറ്റ് ഗേജ് വയർ 2.5 വയർ വാങ്ങിയിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു REM, അത് നമ്മുടെ ഇഗ്നിഷൻ ഓൺ ആകുമ്പം ഇതിനകത്തോട്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് REM കൊടുക്കുന്നത്. അപ്പോൾ 3 കണക്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ ഇൻപുട്ടാണ്, ഓഡിയോ ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ട്. ബാസ് കൺട്രോൾ ചെയ്യാനും വോളിയം കൺട്രോളും ഒക്കെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. നല്ല ആ ഒരു പ്രീമിയംനെസ് നമുക്ക് കാണാം. ബാഡ്ജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ സാധനം നോക്കുകയാണെങ്കിൽ ഇതാ ആ തട്ടുമ്പം തന്നെയുള്ള ഒരു ക്വാളിറ്റി, ആ ഒരു ബേസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് സ്റ്റോക്ക് സ്റ്റീരിയോ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് സ്റ്റീരിയോയ്ക്കകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര RMS ഔട്ട് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ നമ്മൾ ഈ സ്റ്റീരിയോ മാറ്റിയില്ലെങ്കിലും ചില ടൈമിൽ നമ്മൾ സോണിയുടെ എക്സ്പ്ലോഡോ അല്ലെങ്കിൽ ഇപ്പം കുറേ വേൾഡ് ടെക്കിൻ്റെയൊക്കെ പ്രോഡക്റ്റൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചീപ്പ് തൊട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആമ്പൊക്കെ നമ്മൾ സാധാരണ വെക്കാറുണ്ട്. അപ്പോൾ ആ ആമ്പ് നമ്മൾ ഇൻക്ലൂഡ് ആക്കാതെ ഡയറക്റ്റ് സ്റ്റീരിയോയിൽ നിന്ന് ഔട്ട് എടുത്ത് നമ്മൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആംപ്ലിഫയർ ഉണ്ടായതുകൊണ്ട് നമ്മൾ വാങ്ങിയതാണ്. സോ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇതൊരു എക്സ്ട്രീം ലെവൽ കാറൊന്നും അല്ല, ഇതൊരു ഫാമിലി ഹാച്ച് ബാക്കാണ്. സോ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ തന്നെ സാധനത്തിൻ്റെ പ്രീമിയംനെസ്സും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ഇതിൻ്റെ കൂടെ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് JXL, ഫാബ്ടെക്. അപ്പം JXL നോക്കിയപ്പം 4099 ആണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്.
പിന്നെ ഇതിനിപ്പോൾ വന്നിട്ടുള്ളത് 4500 ആണ്. പിന്നെ RMS JXL ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ JXL എന്ന് പറയുന്ന ബ്രാൻഡ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് കേട്ടിട്ടുണ്ട്, നല്ല ബ്രാൻഡാണ്. ഹൈഡ്രൈൻ ഒട്ടും മോശമല്ല, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാനും കാര്യങ്ങളും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തായാലും വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു നല്ലൊരു റിവ്യൂ ചെയ്തിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ സോങ്ങും കാര്യങ്ങളും കൂടുതൽ നമ്മൾ പ്ലേ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് വേണ്ടി മാത്രമാണ്. സോ പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്തായാലും ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇടാം. ഒരു 2 months ഒക്കെ യൂസ് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ പ്രോസും കോൺസും ഞാൻ പറയാം. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അപ്പം അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.